മാർക്കോ പുറത്തു വന്നതിന് ശേഷം ചില അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നുണ്ട്. സേതുവിനതിൽ വിഷമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കോയിൽ പ്രോസ്തറ്റിക് ഡിസൈനർ എന്ന് അതൊരു സെപ്പറേറ്റ് ഞാൻ എൻ്റെ പേര് സേതു, പിന്നെ വിക്കി, പിന്നെ അജയ്, അപ്പോൾ ഞങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഈ വർക്കെല്ലാം ചെയ്ത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു സംഭവം എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വർക്ക് ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. അത് ഞങ്ങളുടെ അടുത്ത് ആ വർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ ടൈമിൽ നമുക്കത് ചെയ്യാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തില്ല വർക്ക്. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാരിങ്ങനെ പറയുന്നു, ഇത് സേതു ചെയ്ത വർക്ക് ശരിയാകാത്തതുകൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വേറെ ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം. അതായത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യാത്ത അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തില്ല. ആ ചെയ്ത് കൊടുത്തില്ലെന്ന് വെച്ചാൽ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇത് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തത് ശരിയാകാത്തതുകൊണ്ട് വേറെ ആളിനെ വിളിച്ച് ശരിയാക്കിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അവകാശവാദം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ്, പ്രോസ്തറ്റിക്സ് ഇത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് മേക്കപ്പ് മാൻ്റെ അണ്ടറിലുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ഈ പ്രോസ്തറ്റിക് ഡിസൈനർ നമ്മൾ ഈ കൈ, കാല്, ഈ സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടുന്ന് നമ്മൾ ആർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, മേക്കപ്പിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പല ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പം ഈ ഒരു ഡിഫറൻസ് മിക്ക ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല.